ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ 2 മൂവി കണ്ടു. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് മെയിനായിട്ട് മ്യൂസിക്കാണ്. ഇപ്പോൾ ഇന്ത്യൻ 1 റഹ്മാനാണ് മ്യൂസിക് ചെയ്തത്. ഇന്ത്യൻ 2 അത് അനിരുദ്ധാണ്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കതിൽ മ്യൂസിക്കിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ഹ്യൂജ് ഡിഫറൻസ് ഫീൽ ചെയ്തു. ഇതിലെ സ്റ്റോറി ലൈൻ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. ആ പഴയ സ്റ്റോറി ലൈൻ തന്നെ ഒരു റീഫർബിഷ് ചെയ്ത് എടുത്തേക്കണതാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയയും പിന്നെ ടെക്നോളജിയും ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സെയിം സ്റ്റോറി ലൈൻ തന്നെ മാറ്റി. പക്ഷേ അതിനൊത്തൊരു മ്യൂസിക്കല്ല വന്നത്. BGM ആയിക്കോട്ടെ ഇതായിക്കോട്ടെ. ഇപ്പോൾ പല സീനിലും കമലഹാസൻ്റെ ഇൻട്രോ സീൻ പിന്നെ മറ്റ് മേജർ സീൻസിലൊക്കെ ആ പഴയ റഹ്മാൻ്റെ അതേ BGM തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അതെന്തായാലും നന്നായി. കാരണം നമുക്കൊരു ഇന്ത്യൻ ഫസ്റ്റിലെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് കാണണേ, അല്ലെങ്കിൽ അതന്നെയാണെന്നുള്ളൊരു ഫീല് നമുക്ക് അപ്പോഴാണ് കിട്ടണേ. അത് കഴിയുമ്പോൾ വേറൊരു മൂവിയുടെ ഒരു മൂഡാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിലത്തെ ഫാസ്റ്റ് സോങ്സ്, ഫാസ്റ്റ് നമ്പേഴ്സ്, പിന്നെ ഈ നമ്മൾ മറ്റ് സോങ്സൊക്കെ കേട്ടില്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ന്യൂ ജനറേഷൻ മൂഡ് നമുക്ക് ആ ഇന്ത്യൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഈ അനിരുദ്ധിൻ്റെ മ്യൂസിക് വെച്ച് നോക്കുമ്പോൾ തോന്നില്ല. സ്റ്റോറി ലൈനൊക്കെ എല്ലാം ഓക്കെയാണ്. പടം എനിക്കിഷ്ടപ്പെട്ട മൂവിയാണ്, എൻഗേജ്ഡ് ആണ്. പക്ഷേ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫീമെയിൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നായിക അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊന്നും ഇതിൽ കൂടുതൽ വരുന്നില്ല. ഇന്ത്യൻ 1 ഓരോ സോങ്ങിനും അതിനനുസരിച്ചിട്ടുള്ള പെയറും അതിന് നല്ല മീനിങ് ഫുൾ ലൈൻസും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒക്കെയായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ഇന്ത്യൻ 2 കഴിഞ്ഞ് ഇത് റിലീസ് കഴിഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിലെ ഒരു സോങ് പോലും നമുക്ക് ഓർത്ത് വെക്കാനായിട്ടുണ്ടാവില്ല. അപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇന്ത്യൻ 1 സോങ്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ 3 വരുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 2 സോങ്സിനെ കുറിച്ച് തീരെ അഭിപ്രായമില്ല. പടം ഓക്കെയാണ്, പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോള് ആ സിനിമ കാണുമ്പോൾ നമുക്ക് അതിലെ BGM ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും, കുഴപ്പമില്ല. പക്ഷെ ഓർത്ത് വയ്ക്കാനായിട്ട് ഒന്നുമില്ല, അത്ര തന്നെ. ശങ്കറിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ നമുക്കൊരു എല്ലാ മൂവിയും കൾട്ട് മൂവീസാണ്. മുതൽമൻ ആയിക്കോട്ടെ, കാതലൻ, ജെന്റിൽമാനൊക്കെ, ഇതെല്ലാം നമ്മളിപ്പോഴും വന്നു കഴിഞ്ഞാൽ TV വന്നാൽ കാണുന്ന മൂവീസൊക്കെയാണ്. പക്ഷേ ഇന്ത്യൻ 2 എന്തായാലും സോങ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തരത്തിലും ഓർത്ത് വയ്ക്കാനായിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.